മലയാളത്തിലെ രണ്ട് മഹാപ്രതിഭകൾ ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണെന്ന്. മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത് നിർത്തിയിരുന്ന, ഒരിക്കലും മറക്കാത്ത രണ്ട് അതുല്യ പ്രതിഭകൾ, ഇന്നസെന്റും സുകുമാരിയും. അഭിനയത്തിന്റെ 6 പതിറ്റാണ്ടുകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച സുകുമാരി വിടവാങ്ങിയിട്ട് ഇന്ന് 12 വർഷങ്ങൾ പൂർത്തിയായി. മലയാള ചലച്ചിത്ര ലോകത്തെ ചിരിയുടെ തമ്പുരാനായ ഇന്നസെന്റ് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 2 വർഷവും. മലയാളികൾ ഒരിക്കലും മറക്കാത്ത എത്രയെത്ര കഥാപാത്രങ്ങൾ ഈ അതുല്യ പ്രതിഭകൾ അനശ്വരമാക്കിയിട്ടുണ്ട്. മലയാളത്തിന്റെ നടന സൗകുമാര്യമായിരുന്നു സുകുമാരി. 10ാം വയസ്സിലാണ് സുകുമാരി അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചത്. 2500-ലേറെ സിനിമകളിലാണ് വ്യത്യസ്ത കഥാപാത്രങ്ങളിൽ സുകുമാരി നിറഞ്ഞാടിയത്. 6 ഭാഷകളിലായി 6 പതിറ്റാണ്ട് നീണ്ട അഭിനയ പരിയിലൂടെ സുകുമാരി മലയാളികൾക്ക് പ്രിയങ്കരിയായി. മോഡേൺ അമ്മായി, പാവം വീട്ടമ്മ, വില്ലത്തി, പൊങ്ങച്ചക്കാരി, സൊസൈറ്റി ലേഡി, അങ്ങനെ എന്തും ആ കൈകളിൽ ഭദ്രമായിരുന്നു. കഥാപാത്രങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ തെന്നിന്ത്യൻ സിനിമയിൽ മറ്റൊരു അഭിനേതാവിനും സുകുമാരിക്കൊപ്പം എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഹാസ്യരംഗങ്ങളിൽ സുകുമാരി എത്തുമ്പോൾ തിയേറ്ററുകൾ ഇളകി മറിഞ്ഞു. ഗൗരവമേറിയ വേഷങ്ങളിൽ തന്മയത്വത്തോടെയുള്ള അഭിനയത്തിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. ദശരഥത്തിലെ മാഗിയും, തലയണ മന്ത്രത്തിലെ സുലോചന തങ്കപ്പനും, ബോയിങ് ബോയിങ്ങിലെ കുക്ടിക്കമ്മായിയും മലയാളികൾക്ക് മറക്കാനാകാത്തതാണ്. സിനിമയ്ക്കപ്പുറം നല്ലൊരു നർത്തകി കൂടിയായിരുന്നു സുകുമാരി. 1000-ലേറെ അരങ്ങുകളിലാണ് സുകുമാരി തന്റെ നൃത്തവൈഭവം കാണികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. വേഷങ്ങളും കഥാപാത്രങ്ങളും ബാക്കിയാക്കി അഭ്രപാളിയിൽ സമാനതകളില്ലാത്ത ആ അഭിനേത്രി യാത്രയായത് 2013 മാർച്ച് 26-നായിരുന്നു. സുകുമാരിക്കൊപ്പം തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ 5 പതിറ്റാണ്ടിലേറെ ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞു നിന്ന് ഇന്നസെന്റ് അവശേഷിപ്പിച്ച വിടവ് നികത്താൻ ഇനിയും ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. ഇരിങ്ങാലക്കുടക്കാരന്റെ തനിനാടൻ ശൈലിയിലുള്ള സംഭാഷണങ്ങളായിരുന്നു ഇന്നസെന്റിനെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് അടുപ്പിച്ചത്. ആ സാന്നിധ്യം മാത്രം മതിയായിരുന്നു മലയാളികൾക്ക് മതിമറന്നു ചിരിക്കാൻ. ചിരിപ്പിക്കാൻ മാത്രമല്ല, ഇടറുന്ന വാക്കുകളിലൂടെ പ്രേക്ഷകരെയും കരയിപ്പിക്കാൻ ആ അതുല്യ പ്രതിഭയ്ക്ക് നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു. മാന്നാർ മത്തായി സ്പീക്കിങ്ങിലെ മത്തായിച്ചൻ, കല്യാണരാമനിലെ പോഞ്ഞിക്കര, മണിച്ചിത്രത്താഴിലെ ഉണ്ണിത്താൻ, കിലുക്കത്തിലെ കിട്ടുണ്ണി, മിഥുനത്തിലെ കുറുപ്പ് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത കഥാപാത്രങ്ങളിലൂടെ ഇന്നസെന്റ് മലയാളി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു. കാബൂളിവാലയിലെ കന്നാസും ദേവാസുരത്തിലെ വാര്യരുമൊക്കെ കോമഡിക്കപ്പുറം പ്രേക്ഷകരിൽ വൈകാരികത ഉണർത്തുന്ന കഥാപാത്രങ്ങളായിരുന്നു. പൊന്മുട്ടയിടുന്ന താറാവിലെ പണിക്കരും, മഴവിൽക്കാവടിയിലെ ശങ്കരൻകുട്ടി മേനോനുമൊക്കെ മലയാളിക്ക് എന്നും ഗൃഹാതുരത സമ്മാനിച്ച് നിലനിൽക്കും. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിപ്പ് നിർത്തി ബിസിനസ്സും രാഷ്ട്രീയവും പയറ്റി സിനിമാ നിർമ്മാതാവായി ഒടുവിൽ മലയാളത്തിലെ ഹാസ്യ സാമ്രാട്ടായി അരങ്ങുവാണ ഇന്നസെന്റ് ചാലക്കുടിയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലുമെത്തി. അർബുദബാധിതനായി സിനിമാ ലോകത്തു നിന്നും ഇടവേളയെടുത്തെങ്കിലും മടങ്ങിയെത്തിയ ഇന്നസെന്റിന്റെ 2 വർഷങ്ങൾക്ക് മുൻപുള്ള വേർപാട് മലയാളക്കരയെ ഒന്നാകെ കരയിപ്പിച്ചുകൊണ്ടായിരുന്നു.